പാകിസ്ഥാനും ശ്രീലങ്കയും തമ്മിൽ ഒരു നാവിക അഭ്യാസ പ്രകടനം നടത്താനുള്ള തീരുമാനങ്ങളിലേക്ക് നേരത്തെ എത്തിയിരുന്നു. എന്നാൽ ഇന്ത്യ ശക്തമായ എതിർപ്പറിയിച്ചതിനെ തുടർന്ന് അത്തരമുള്ള സംയുക്ത അഭ്യാസ പദ്ധതിയിൽ നിന്ന് ശ്രീലങ്ക പിന്മാറി എന്ന് പറഞ്ഞാൽ ആ പദ്ധതി ഇനി ശ്രീലങ്കയിൽ നടക്കില്ല. അപ്പോൾ ശ്രീലങ്കയിലെ ട്രിങ്കോമാലി എന്ന് പറയുന്ന നിർണായകമായ കടലിൽ വെച്ചാണ്, അതായത് ഇന്ത്യൻ സുരക്ഷയെ സംബന്ധിച്ച് ഇന്ത്യയുടെ സമുദ്ര സുരക്ഷയിൽ നിർണായക സ്ഥാനമുള്ളതെന്ന് നമ്മൾ കരുതുന്നതാണ് ഈ ട്രിങ്കോമാലിയ മേഖല. അവിടെ വെച്ചാണ് ശ്രീലങ്കയും പാകിസ്ഥാനും കൂടെ സംയുക്തമായ നാവിക അഭ്യാസ പ്രകടനം നടത്താനായിട്ട് തീരുമാനിച്ചത്. പക്ഷേ ഇതിനെക്കുറിച്ച് ഇസ്ലാമാബാദോ കൊളംബോയോ ഒന്നും തന്നെ യാതൊരു അറിയിപ്പും നേരത്തെ തന്നെ നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ സംശയാസ്പദമായ ഒരു സാഹചര്യമാണ് അവിടെ നിലനിന്നത്. മാത്രവുമല്ല, ശ്രീലങ്കയുടെ വടക്കിഴക്കൻ മേഖലയിലാണ് ഈ ട്രിങ്കോമാലിയ എന്ന് പറയുന്ന പ്രദേശമുള്ളത്. അത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യക്ക് തന്ത്രപ്രധാനമായ സ്വാധീനമുള്ള അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉള്ള മേഖലയെന്നാണ് നമ്മൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഡൽഹി കൃത്യമായിട്ട് കൊളംബോയെ തങ്ങളുടെ അതൃപ്തി അല്ലെ തങ്ങളുടെ ആശങ്ക അറിയിച്ചു. ഇതവർ ഉൾക്കൊണ്ടു. അതുകൊണ്ടാണ് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഈ ചൈനയുടെ പിന്തുണയുള്ള പാകിസ്ഥാൻ നേവൽ വിങ്ങും അതുപോലെ തന്നെ ശ്രീലങ്കയും കൂടെ ചേർന്ന് സംയുക്തമായി നടത്താൻ നിശ്ചയിച്ചിരുന്ന ഈ അഭ്യാസ പരിപാടി പിൻവലിച്ചു എന്നുള്ള അറിയിപ്പ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ കാലങ്ങളായിട്ട് ശ്രീലങ്കയും പാകിസ്ഥാനും തമ്മിൽ നല്ല ബന്ധമാണ്. അവർ ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന ശ്രീലങ്കയുടെ പോർട്ടിലേക്ക് ഷിപ്പുകൾ എത്തും, ഒപ്പം തന്നെ സൈനിക പരിശീലനം നടത്തും, അഭ്യാസ പ്രകടനങ്ങൾ നടത്തും, ഇതൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ട്രിങ്കോമാലിയ എന്ന് പറയുന്നത് ശ്രീലങ്കയെ സംബന്ധിച്ച് അവരുടെ ഊർജ്ജ വികസന പദ്ധതിക്ക് വേണ്ടി ഇന്ത്യ സഹായം ചെയ്യുന്ന പദ്ധതി നടപ്പാക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇത്തരത്തിലൊരു സംയുക്ത സൈനിക അഭ്യാസ പ്രകടനം നടത്തുന്നത് ഇന്ത്യക്ക് ഒട്ടും താല്പര്യമില്ല. മാത്രമല്ല, നമുക്ക് ചില സുരക്ഷാ ആശങ്കകൾ സൃഷ്ടിക്കുകയും ചെയ്തു. അപ്പോൾ ട്രിങ്കോമാലിയ എന്ന് പറയുന്ന പ്രദേശത്തിന് മാത്രമല്ല ശ്രീലങ്കയ്ക്കൊട്ടാകെ ചില സഹായങ്ങൾ ചെയ്തു നൽകാൻ ഇന്ത്യ ഇപ്പോൾ തയ്യാറായി നിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ബിംസ്റ്റോക്ക് ഉച്ചകോടി കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ശ്രീലങ്കയിലേക്കാണ് പോയത്. അവിടെ ശ്രീലങ്കൻ പ്രസിഡന്റായ അനുരാഗ് കുമാര ദിസനായകയുമായി കൂടിക്കാഴ്ച നടത്തുകയും ശ്രീലങ്കയിലെ പല പദ്ധതികൾക്കും സാമ്പത്തിക സഹായം നൽകാമെന്ന വാഗ്ദാനം നൽകുകയും ചെയ്തു. നിലവിൽ ശ്രീലങ്കയിലെ ധനസ്ഥിതി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പൂർണ്ണമായും തകർന്നടിഞ്ഞ അവസ്ഥയിലാണ്. അപ്പോൾ അതിനെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാനുള്ള സഹായവും ഇന്ത്യ നൽകും. ഒപ്പം ട്രിങ്കോമാലിയിലെ ഊർജ്ജ പദ്ധതികൾക്ക് ജീവൻ വെപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ത്രിരാഷ്ട്ര കരാറിലേക്ക് നീങ്ങി. അതിൽ ഇന്ത്യയുണ്ട്, ശ്രീലങ്കയുണ്ട്, UAE ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ബംഗാൾ ഉൾക്കടലിൽ അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വടക്കിഴക്കൻ മേഖലയിലൊക്കെ തന്നെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന രീതിയിൽ അല്ലെങ്കിൽ ആശങ്ക സൃഷ്ടിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു സംയുക്ത സൈനിക അഭ്യാസ പ്രകടനം പാകിസ്ഥാനും ശ്രീലങ്കയും തമ്മിൽ നടത്താൻ പോകുന്നു എന്നതിൻ്റെ വിവരങ്ങൾ നമുക്ക് ലഭിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ആശങ്ക ശ്രീലങ്കയെ അറിയിക്കുകയും ചെയ്തത്. ഇങ്ങനെ ഒരു സംയുക്ത അഭ്യാസ പ്രകടനം നടത്തുമ്പോൾ ഇതിന് പിന്നിൽ ചൈനയുടെ ഇടപെടലുണ്ട്. കാലാകാലങ്ങളായി ചൈനയാണ് ഈ പാക് നേവിക്ക് വേണ്ട സഹായമൊക്കെ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചൈനീസ് കപ്പലുകൾ ഇടയ്ക്കിടയ്ക്ക് ശ്രീലങ്കയിലേക്ക് വരും. ഇപ്പം ശ്രീലങ്കയുടെ സഹായത്തോടെ അവിടെ പ്രവർത്തിക്കുന്ന ഹമ്പത്തോട്ട തുറമുഖമുണ്ട്. അത് ഏതാണ്ട് ചൈനയുടെ കയ്യിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഏതാണ്ട് 90 വർഷത്തേക്കോ മറ്റോ പാട്ടത്തിനെടുത്ത് നടത്താവുന്ന ഈ ഹമ്പത്തോട്ട പോർട്ടിൽ ചൈനീസ് കപ്പൽ വന്നു ഉപഗ്രഹ പര്യവേഷണത്തിനാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഗവേഷണ ആവശ്യങ്ങൾക്കാണെന്നൊക്കെ പറഞ്ഞാണ് വരുന്നത്. അന്ന് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾക്ക് കുറച്ച് ഉലച്ചിലൊക്കെ തട്ടുകയുണ്ടായി. ഒരു വർഷം കഴിഞ്ഞ് കൊളംബോയിലേക്ക് മറ്റൊരു ഷിപ്പ് ഈ ചൈനയുടേത് വന്നു. അന്നും ഇന്ത്യ ആശങ്ക അറിയിക്കുകയും ഈ ശ്രീലങ്കയുമായുള്ള ബന്ധങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സംഘർഷാവസ്ഥ പോലെ സംജാതമാവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാൻ്റെ ചൈനയുടെയൊക്കെ കപ്പലുകൾ ഈ ഹമ്പന്തോട്ട തുറമുഖത്ത് അല്ലെങ്കിൽ കൊളംബോയിലൊക്കെ എത്തുന്നത് അത്ര സുഖകരമായൊരു കാര്യമല്ല. കാരണം ഇന്ത്യൻ ഷിപ്പുകൾ എവിടെയൊക്കെയാണുള്ളത്, ഇന്ത്യയുടെ അന്തർവാഹിനികൾ എവിടെയൊക്കെയുണ്ട്, ഇതൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയാണെന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ അംഗീകരിക്കാതായതോടുകൂടി ശ്രീലങ്ക ഏതാണ്ട് ഇന്ത്യ അനുകൂലിക്കുന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പം പരസ്പരം രാജ്യങ്ങൾ തമ്മിലുള്ള സുരക്ഷ, അതുപോലെ തന്നെ ശ്രീലങ്കയ്ക്ക് കുറച്ച് സാമ്പത്തിക സഹായം, അവിടുത്തെ തമിഴ് വംശജർക്ക് വീട് വെച്ച് നൽകുക, അങ്ങനെ പല പദ്ധതികളുമായിട്ട് ഇന്ത്യ സഹകരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു സൈനിക അഭ്യാസ പ്രകടനം ആരും അറിയാതെ, അതായത് ഇസ്ലാമാബാദോ അതുപോലെ തന്നെ കൊളംബോയോ ഒന്നും ലോകത്തെ അറിയിക്കാതെ നടത്താനായിട്ട് തീരുമാനിച്ചത്. ഇത് നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് മുമ്പ് തന്നെ നടത്താൻ തീരുമാനിച്ചിരുന്നുവെന്നും ഇന്ത്യയുടെ എതിർപ്പുള്ളതുകൊണ്ട് പിന്നീട് അത് നടപ്പായില്ല എന്നുമൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും ഈ കാര്യങ്ങളെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്താൽ, കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയായ ജനറൽ അസിം മുനീർ ചില പ്രസ്താവനകൾ നടത്തിയത്.
അതായത് പാകിസ്ഥാനിലെ മുസ്ലിങ്ങളും ഇന്ത്യക്കാരും രണ്ടാണെന്നും 1940 മുതൽ തന്നെ പാകിസ്ഥാനിൽ എന്ന് പറയുന്ന ഒരു രാജ്യം വേണം, മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ രാജ്യം വേണമെന്ന നിലപാട് കൈക്കൊണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ പൂർവികർ എടുത്ത എഫേർട്ട്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആളുകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തന്നെ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കണമെന്ന് വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന പാക് ജനതയോട് ഈ സൈന്യാധിപൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ പാകിസ്ഥാനിലെ ഗവൺമെൻറ്റിനെയോ ആർമിയെയോ ഒന്നും പിന്തുണയ്ക്കാത്ത, അവരോട് സ്നേഹമില്ലാത്ത ഒരു തലമുറയാണ് വളർന്നു വരുന്നതെന്ന് ഇവർ കരുതുന്നുണ്ട്. ഒപ്പം കശ്മീർ എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിലെ ഞരമ്പാണ്, അതുകൊണ്ട് അതിനെ ആ രീതിയിൽ കാത്തു സൂക്ഷിക്കണം, അവിടുത്തെ ജനങ്ങൾ നടത്തിയ പോരാട്ടങ്ങളെ നമ്മൾ എപ്പോഴും മറക്കരുത് എന്നൊക്കെ ഈ ജനറൽ പറയുകയാണ്. അപ്പം പാകിസ്ഥാനിലുള്ള പുതിയ തലമുറയ്ക്ക് പാകിസ്ഥാൻ്റെ പഴയ വീരഗാഥകളൊക്കെ പറഞ്ഞു കൊടുക്കണമെന്നും 13 ലക്ഷം ഇന്ത്യൻ സൈനികർ വിചാരിച്ചിട്ട് പാകിസ്ഥാനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന വിഘടനവാദികൾ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു, അവരെയൊക്കെ നമ്മൾ അടിച്ചിരുത്തും, ഇതൊക്കെ തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ എന്തോ വല്ലാത്ത ആശങ്കയിലേക്ക് ഇപ്പോൾ നീങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടും കുറ്റപ്പെടുത്താനും കഴിയില്ല. ഇതിനിടയ്ക്കാണ് ഈ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് റാങ്ക് എന്ന് പറയുന്ന ലോകരാജ്യങ്ങളുടെ സൈനിക മേഖലയിലെ ശക്തി അനുസരിച്ചുള്ള റാങ്കിങ്ങിൻ്റെ പുതിയ പട്ടിക പുറത്തു വരുന്നത്. ഇതനുസരിച്ച് ഇന്ത്യ ലോക സൈനിക റാങ്കിങ്ങിൽ 4-ാം സ്ഥാനത്താണ്. പാകിസ്ഥാൻ ആകട്ടെ 12-ാം സ്ഥാനത്ത്. കഴിഞ്ഞ വർഷം 9-ാം സ്ഥാനത്തായിരുന്ന പാകിസ്ഥാൻ ഇത്തവണ ആദ്യ 10-ൽ നിന്ന് പുറത്താവുകയാണ്. സ്വാഭാവികമായും അമേരിക്ക 1-ാം സ്ഥാനത്ത്, റഷ്യ 2-ാമത്, ചൈന 3-ാമത്, 4-ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്തെയും സൈനിക യൂണിറ്റുകൾ, അവരുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഭൂവിസ്തൃതി, തന്ത്രപ്രധാനമായ സ്ഥാനങ്ങൾ, ലോജിസ്റ്റിക്സ്, ഭൂമിശാസ്ത്രം തുടങ്ങിയ 60ഓളം ഘടകങ്ങളെ കണക്കിലെടുത്താണ് ഇങ്ങനെ രാജ്യങ്ങളുടെ ഒരു റാങ്കിങ് നിശ്ചയിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം 40 ലക്ഷത്തോളം കരസേന നമുക്കുണ്ട്, കരസേന അംഗങ്ങൾ. അതുപോലെ തന്നെ പാകിസ്ഥാനെ നോക്കിയാൽ അത് 6 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയ്ക്കാണ്. ഇനി നാവിക മേഖലയിലാണെങ്കിലോ അവിടെയും ഏതാണ്ട് 1,42,000 പേര് നമുക്ക് സ്ഥിരാംഗങ്ങളായിട്ടുണ്ട്. അപ്പോൾ വലിയ ശക്തിയാണ് നമുക്കുള്ളത്. പാകിസ്ഥാൻ്റെ നാവികസേനയ്ക്ക് ശക്തി പകരുന്നത്, സഹായം ചെയ്യുന്നതൊക്കെ ചൈനയാണ്. അപ്പോൾ വലിയ തോതിൽ ചൈനയ്ക്ക് തൊട്ടു പിന്നിലായിട്ട് ഇന്ത്യ നിലകൊള്ളുന്നു. ആ ഇന്ത്യയെ വെല്ലുവിളിക്കാനായിട്ട് പാകിസ്ഥാൻ വരുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ താഴെയുള്ള രാജ്യങ്ങളോട് നോക്കണം. ഇപ്പോൾ നോർത്ത് കൊറിയ, UK, ഫ്രാൻസ്, ജപ്പാൻ, അപ്പോൾ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് പിന്നിലാണ്. അപ്പോൾ ഇത്രയും ശക്തിയുള്ള രാജ്യത്തിനെതിരെ വീണ്ടും ചില ചൊറിച്ചിലുകൾ, ചില പ്രകോപനങ്ങൾ സൃഷ്ടിക്കാനാണ് കഴിഞ്ഞ ദിവസം ആസിം മുനീർ എന്ന് പറയുന്ന സൈനിക മേധാവി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ സംസ്കാരം, പാരമ്പര്യം, അവരുടെ മതവിശ്വാസം ഇതൊക്കെ തന്നെ ഹിന്ദുക്കളിൽ നിന്ന് വ്യത്യസ്തമാണ്, നമുക്കൊരിക്കലും അവരോട് യോജിക്കാൻ പറ്റില്ല, ആ പാരമ്പര്യം വളർന്നു വരുന്ന തലമുറ മനസ്സിലാക്കണം, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ഒരു പ്രകോപനം സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇതിന് മറ്റൊരു കാരണമുള്ളത് പാക് ഒക്കുപ്പൈഡ് കാശ്മീറും ബലൂചിസ്ഥാനും ഈ 2 മേഖലയും എപ്പോൾ വേണമെങ്കിലും വിഭജിച്ച് പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരാം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായി യോജിച്ച് പ്രവർത്തിക്കാം. മാത്രമല്ല ഖൈബർ പഷ്തൂൺഖ മേഖല, സിന്ധു മേഖല, ഇവിടെയുമൊക്കെ വലിയ അസംതൃപ്തി പുകയുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, റാണ, അതായത് ഹുസൈൻ റാണ, തഹാവൂർ ഹുസൈൻ റാണ ഇപ്പോൾ ഇന്ത്യൻ കയ്യിലേക്ക് കിട്ടി. ആദ്യം NIAയുടെ ചോദ്യം ചെയ്യൽ സഹകരിക്കായിരുന്ന ഇയാൾ ഇപ്പോൾ നമ്മളുമായിട്ട് സഹകരിക്കുന്നുണ്ട്. മാത്രമല്ല ഡേവിഡ് കോൾമാൻ ഹഡ്ലി എന്ന് പറയുന്ന മറ്റൊരു ആസൂത്രണം, ഇവർ രണ്ടുപേരാണല്ലോ മുംബൈ സ്ഫോടനത്തിൻ്റെ ആസൂത്രകർ, ഇവർ പറയുന്ന ചില കാര്യങ്ങൾ പാകിസ്ഥാൻ എതിരാകുമോ എന്ന് അവർ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് റാണയെ ഇന്ത്യക്ക് കൈമാറുന്ന സമയത്ത് തന്നെ പാകിസ്ഥാൻ പറഞ്ഞു, ഞങ്ങൾക്ക് റാണയുമായി ഒരു ബന്ധമില്ല, കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഞങ്ങളുടെ പൗരത്വം പുതുക്കിയിട്ടില്ല, ഇയാൾ കനേഡിയൻ പൗരനാണെന്ന് പറഞ്ഞു. എന്തിനാണ് ഈ റാണയ്ക്കും ഹെഡ്ലിക്കുമെതിരെ പാകിസ്ഥാൻ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്? ഇവർക്ക് പേടിയുണ്ട്. ഈ മുംബൈ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് ഇവർ തുറന്നു പറഞ്ഞാൽ ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും? ഇന്ത്യ എങ്ങനെയായിരിക്കും പാകിസ്ഥാനോട് പ്രതികരിക്കുക? ആ ഒരു ഉൾഭയം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ സ്ഥിരതയില്ലാത്ത പാകിസ്ഥാനിൽ സൈനിക നേതൃത്വം എപ്പോൾ വേണമെങ്കിലും മേധാവിത്വം പുലർത്താം. എന്തായാലും 1962 ചൈന ഇന്ത്യയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ഒരു സമയമുണ്ടായി. ആ സമയത്ത് ഇന്ത്യ അമേരിക്കയോടും റഷ്യയോടും ഒന്ന് സഹായം ചോദിച്ചിട്ടും കിട്ടിയിരുന്നില്ല. പിന്നീട് നമ്മൾ ആണവായുധങ്ങൾ നിർമ്മിക്കണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരികയും ബുദ്ധൻ്റെ ചിരി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആണവായുധ നിർമ്മാണത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിരുന്നു. അപ്പോഴും നമ്മൾ പറയുന്നു ഇത് സമാധാനത്തിന് വേണ്ടിയുള്ള ആണവായുധ നിർമ്മാണമാണ്. അതായത് നമ്മളെ ആരെങ്കിലും ആക്രമിച്ചാൽ
മാത്രമേ നമ്മൾ തിരിച്ചടിക്കൂ. ഈ രീതിയിൽ സൈനികപരമായിട്ട് മുന്നേറ്റം നടത്തുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ എല്ലാ കാലവും ഈ ചൈനയുടെയും അമേരിക്കയുടെയും ഒക്കെ പിന്തുണയാണ് കിട്ടിയിരുന്നെങ്കിൽ ഇന്ത്യ അക്കാലം മുതൽ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങാൻ ആഗ്രഹിക്കുകയും നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഇപ്പോൾ നമ്മൾ നിർമ്മിക്കുന്ന ബ്രഹ്മോസ് അഗ്നി മിസൈലുകൾക്കൊക്കെ ആവശ്യക്കാർ കൂടി വരുന്നു. അതായത് ചൈനയെ പ്രതിരോധിക്കാൻ നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച റഷ്യൻ സഹകരണത്തോടു കൂടിയാണ് ആ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാനായിട്ട് ഇപ്പോൾ വിയറ്റ്നാമുമായിട്ട് $700 കോടി ഒരു $700 ബില്യൺ ഇടപാടിലേക്ക് നീങ്ങുന്നു. നേരത്തെ ഫിലിപ്പൈൻസുമായിട്ട് $375 ബില്യൺ ഇടപാട് നടത്തിയിരുന്നു. അങ്ങനെ നമ്മളുടെ ആയുധങ്ങൾ ലോക വിപണിയിൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ തേടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് പാകിസ്ഥാൻ എപ്പോഴൊക്കെ നമ്മളെ ചൊറിയാൻ അവസരം കിട്ടുമോ ആ ചൊറിയാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. അതാണ് ട്രിങ്കോമാലിയിൽ ശ്രീലങ്കയും പാകിസ്ഥാനും ചേർന്ന് സംയുക്തമായ ഒരു സൈനിക അഭ്യാസം നടത്താനായിട്ട് തീരുമാനിച്ചത്. പണ്ട് അത്തരത്തിലൊക്കെ അഭ്യാസ പ്രകടനം നടത്തുകയും ചൈനീസ് കപ്പലുകളും പാക് കപ്പലുകളൊക്കെ ശ്രീലങ്കയിലേക്ക് വരികയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇനി അതിനുള്ള അവസരം വേണ്ട, ആ സാഹചര്യം വേണ്ട എന്ന് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ കാരണം മോദി ശ്രീലങ്കയിൽ എത്തിയതിനു ശേഷം ഇതാദ്യമായിട്ട് ശ്രീലങ്കയുമായിട്ട് ഒരു ഡിഫൻസ് കരാറിലും ഒപ്പുവെച്ചിരുന്നു. ഈ പ്രതിരോധ കരാർ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ പറയുന്ന ചില കാര്യങ്ങളോട് ശ്രീലങ്ക യോജിക്കും. അപ്പോൾ പാകിസ്ഥാൻ്റെ ഈ കുതന്ത്രങ്ങളൊന്നും ഇനി ഇവിടെ നടക്കില്ല. അതായത് നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് മുമ്പായിട്ട് ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്താനായിട്ട് തീരുമാനിക്കുന്നു. അത് നമുക്കേറെ സമുദ്രത്തിൽ പ്രാധാന്യമുള്ള ട്രിങ്കോമാലിയിൽ നടത്താനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. അവിടെ നമ്മൾ ഊർജ്ജ പദ്ധതി നടപ്പാക്കാനായിട്ട് ലക്ഷ്യം വെച്ചതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ പാകിസ്ഥാൻ ചില കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ആണവ മേഖലയിൽ നമ്മൾ ഉയർന്ന നിലയിൽ നിൽക്കുന്നു, ആയുധ വിൽപ്പന രംഗത്ത് നിൽക്കുന്നു. ഒപ്പം തന്നെ ഇപ്പം പുതിയ ഇൻഡെക്സ് അനുസരിച്ച് സൈനിക ശക്തിയിൽ ഇന്ത്യ 4ാം സ്ഥാനത്താണ്, പാകിസ്ഥാൻ എന്ന് പറയുന്നത് 12ാം സ്ഥാനത്താണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ വന്നാൽ എത്ര ശക്തമായ നടപടിയായിരിക്കും ഉണ്ടാകുക എന്ന് പറയാൻ പറ്റില്ല. ചുരുക്കം പറഞ്ഞാൽ പാക് നേവിയുടെ ഒരു കള്ളക്കളി ഇന്ത്യ പൊളിച്ചടുക്കിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ശ്രീലങ്കയുമായി ചേർന്ന് ചില അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ബംഗാൾ ഉൾക്കടലിലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലൊക്കെ ചില നിരീക്ഷണങ്ങളൊക്കെ നടത്താനുള്ള ശ്രമങ്ങളാവാം ഇതിൻ്റെ പിന്നിലെന്നാണ് ഇന്ത്യ ചിന്തിക്കുന്നത്. എന്തായാലും നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ, അതുപോലെ തന്നെ അജിത് ഡോവൽ എന്ന് പറയുന്ന സുരക്ഷാ ഉപദേഷ്ടാവ്, അതുപോലെ തന്നെ വിദേശ പ്രതിരോധ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന വിക്രം മിശ്രി, ഇവരുടെയൊക്കെ ഒരു ഇടപെടലുകൾ കൊണ്ട് ഈ പാകിസ്ഥാൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പൂർണ്ണമായും തകർക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.